ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജിൻസി. ഞാൻ കാനഡയിൽ രജിസ്റ്റേർഡ് നേഴ്സാണ്. നേഴ്സസ് ലൂം എന്ന ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എൻക്ലേസ്, MOH, DHA തുടങ്ങിയ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നേഴ്സസിന് വേണ്ടിയാണ്. സോ പ്ലീസ് വാച്ച് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് എക്സാം പ്രിപ്പറേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഈ സ്ക്രീൻ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഗേൾ ഹാർട്ടിന് ഇൻഫെക്ഷൻ ആയിട്ട് അഡ്മിറ്റ് ആയി. അപ്പം എന്തുകൊണ്ടാണ്? നോസ് പിയേഴ്സിങ് കഴിഞ്ഞു, അത് കഴിഞ്ഞാണ് ഹാർട്ടിന് ഇൻഫെക്ഷൻ വന്നത്. അവള് അഡ്മിഷൻ ടൈമിൽ ഫീവർ ഉണ്ട്, ഹാർട്ട് മർമർ ഉണ്ട്, അതുപോലെ പെറ്റക്കി ഉണ്ട്. പെറ്റക്കി എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ സ്കിന്നിൽ സ്മോൾ ആയിട്ടുള്ള പിൻ പോയിന്റ് റാഷസ് ഉണ്ടാവും. അത് ഉണ്ടാവാൻ കാരണം ബ്ലഡ് വെസൽസിൽ, സ്മോൾ ബ്ലഡ് വെസൽസിൽ ഡാമേജ് ഉണ്ടായി അത് ബ്ലീഡിങ് ആവുന്നു. അതുകൊണ്ടാണ് സ്മോൾ പിൻ പോയിന്റ് റാഷസ് ഉണ്ടാകുന്നത്. അതിന് പറയുന്ന പേരാണ് പെറ്റക്കിയെ. ഓക്കെ, അതിന് അഡ്മിറ്റായി, ആൻറ്റിബയോട്ടിക് ഉണ്ട്. അതുപോലെ തന്നെ നേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാണ് പേഷ്യൻറ്റിനോട്. ഡിസ്ചാർജ് ടീച്ചിങ്ങിന്റെ ടൈമിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ് അവൾക്ക് വീണ്ടും റീഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ താഴെ പറയുന്ന ഏത് കാര്യങ്ങളിൽ ചെയ്യുമ്പോഴാണ് പ്രൊഫൈലാറ്റിക് ട്രീറ്റ്മെന്റ് എടുക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ കീ പോയിന്റുകൾ നോക്കാം. പേഷ്യൻറ്റിന് നോസ് പിയേഴ്സിങ് കഴിഞ്ഞ് അവർക്ക് ഹാർട്ടിൽ ഇൻഫെക്ഷൻ വന്നു. ഓക്കെ, ഹാർട്ടിൽ ഇൻഫെക്ഷൻ വന്നു, അതുപോലെ തന്നെ പൈറക്സി ഉണ്ട്, ഹാർട്ട് മർമർ ഉണ്ട്, പെറ്റക്കി ഉണ്ട്. ഇതൊക്കെ എന്തിന്റെ സൈനാണ്? പെറ്റക്കിയെയും ഈ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്ത് കഴിയുമ്പോൾ ഇൻഫെക്ഷൻ, ഹാർട്ടിൽ ഇൻഫെക്ഷൻ ഒക്കെ വരുന്നത് എൻഡോകാർഡൈറ്റിസിന്റെ സൈനാണ്. എൻഡോകാർഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻഡോകാർഡിയം, അതായത് ഇന്നർ ലൈനിങ്, ഹാർട്ടിന്റെ ഇന്നർ ലൈനിങ്ങിൽ ഇൻഫെക്ഷൻ വരുന്നതിനാണ് എൻഡോകാർഡൈറ്റിസ് വന്ന്. ഇൻഫെക്ഷൻ ഹാർട്ടിന്റെ ഇന്നർ ലൈനിങ്ങിലും ഉണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും വാൽവ്സിൽ, ഹാർട്ടിന്റെ വാൽവ്സിലും ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എൻഡോകാർഡൈറ്റിസ്. ഈ എൻഡോകാർഡൈറ്റിസിന്റെ മെയിൻ കോസസ് ആണ് എന്തെങ്കിലും ഡെന്റൽ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ആന്റിബയോട്ടിക് എടുക്കാതിരിക്കുക, പിന്നെ IV ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അവരുടെ ഈ ഇൻഫെക്ഷൻ ബ്ലഡ് സ്ട്രീം വഴി ഹാർട്ടിലേക്ക് എത്തുന്നു, അത് എൻഡോകാർഡൈറ്റിസ് ഉണ്ടാക്കുന്നു. അപ്പം നമ്മൾ ഈ പറയുന്നതിൽ ഏത് ചെയ്യുമ്പോഴാണ് പ്രൊഫൈലാറ്റിക് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ എൻഡോകാർഡൈറ്റിസിൽ പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക് എടുക്കേണ്ടത് മെയിനായിട്ട് ഡെന്റൽ പ്രൊസീജിയറിന് മുമ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവേസീവ് പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നതിന് മുമ്പാണ് മെയിനായിട്ട് പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക് എടുക്കേണ്ടത്. അപ്പം ഓക്കെ, നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻസർ നമ്പർ 2, ഡെന്റൽ കെയർ. എന്തെങ്കിലും ഡെന്റൽ കെയർ പ്രൊസീജിയർ ചെയ്യുമ്പം പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ റീഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇവിടെ ക്ലയന്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തെറാപ്പി റിസീവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ സൈൻസ് ആർ സിംറ്റംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഉണ്ടാകുന്നത് ABO ഇൻകമ്പാറ്റിബിലിറ്റി കൊണ്ടാണ്. അപ്പം ഇതിന്റെ ഏതൊക്കെയാണ് സൈൻസ് ആർ സിംറ്റംസ് നോക്കാം. അപ്പം ഓക്കെ, ഫസ്റ്റ് ഹെഡേക്ക്. പേഷ്യന്റിന് ഹെഡേക്ക് ഉണ്ടാവും. ടെക്കിക്കാർഡിയ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്. നെക്സ്റ്റ് ഹൈപ്പർ ടെൻഷൻ, പിന്നെ അപ്രഹെൻഷൻ. അപ്രഹെൻഷൻ എന്ന് വെച്ചാൽ എന്തൊക്കെ സംഭവിക്കാൻ പോവാന്നുള്ള ഒരു ഇതാണ്, തോന്നലാണ് അപ്രഹെൻഷൻ. നെക്സ്റ്റ് വണ്ണാണ് ഡിസ്റ്റൻഡ് നെക്ക് വെയിൻസ്. ഡിസ്റ്റൻഡ് നെക്ക് വെയിൻസ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് സർക്കുലേറ്ററി ഓവർലോഡ് കൊണ്ടാണ്. ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ സൈൻസ് ആൻഡ് സിംറ്റം അല്ല. എന്തെങ്കിലും നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുമ്പം ഓവർലോഡ് ആയി കഴിയുമ്പോഴാണ്, എക്സ്ട്രാ ഒരുപാട് കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് ഡിസ്റ്റൻഡ് നെക്ക് വെയിൻ ഉണ്ടാകുന്നത്. അത് സർക്കുലേറ്ററി ഓവർലോഡിന്റെ സൈനാണ്. നെക്സ്റ്റ് വണ്ണാണ് സെൻസ് ഓഫ് ഇംപെൻഡിങ് ഡൂം. സെൻസ് ഓഫ് ഇംപെൻഡിങ് ഡൂം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ സംഭവിക്കുകയാണ്, ഇപ്പം എനിക്ക് എന്തോ കാര്യമായിട്ട് എന്തോ അപകടം സംഭവിക്കുക എന്നുള്ളൊക്കെ ഒരു ഫീലിങ്സ് ഇല്ലേ, അതിന് പറയുന്ന പേരാണ് സെൻസ് ഓഫ് ഇംപെൻഡിങ് ഡൂം എന്ന്. അപ്പൊ ഇതൊക്കെയാണ് ഹീമോലൈറ്റിക് റിയാക്ഷന്റെ സൈൻസ് ആർ സിംറ്റംസ്: ഹെഡേക്ക്, ടെക്കിക്കാർഡിയ, ഹൈപ്പർ ടെൻഷൻ, അപ്രഹെൻഷൻ ആൻഡ് എ സെൻസ് ഓഫ് ഇംപെൻഡിങ് ഡൂം. ഓക്കെ, ഡിസ്റ്റൻഡ് നെക്ക് വെയിൻ എന്നുള്ളത് സർക്കുലേറ്ററി ഓവർലോഡിന്റെ സൈനാണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ ഇതിൽ ഏതാണ് അബ്ഡോമിനൽ ട്രോമയുള്ള പേഷ്യൻസിന് ചെയ്യുന്ന ഫിസിക്കൽ എക്സാമിനേഷൻ അസസ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ സീക്വൻസ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമ്മൾ നോർമൽ ഫിസിക്കൽ എക്സാമിനേഷന്റെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, പെർക്കഷൻ, ഓസ്കൾട്ടേഷൻ. ഇത് നോർമൽ ആണ്. ഓക്കെ,
ജസ്റ്റ് എ സെക്കൻഡ്. ഇത് നോർമൽ ആയിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ഇനി അബ്ഡമന്റെ ഫിസിക്കൽ എക്സാമിനേഷൻ ആണെങ്കിൽ ഇൻസ്പെക്ഷൻ, ഓസ്കൾട്ടേഷൻ, പെർക്കഷൻ ആൻഡ് പാൽപേഷൻ. നോർമൽ അബ്ഡോമിനൽ എക്സാമിനേഷൻ ആണെങ്കിൽ ഡിഫറൻസ് ഉണ്ട്. ഇൻസ്പെക്ഷൻ, ഓസ്കൾട്ടേഷൻ, പെർക്കഷൻ ആൻഡ് പാൽപേഷൻ. ബട്ട് ഇവിടെ ക്വസ്റ്റ്യൻ ഉള്ളത് എന്താ? അബ്ഡോമിനൽ ട്രോമയാണ്. അബ്ഡോമിനൽ ട്രോമ പ്രത്യേകം നോക്കുക. അബ്ഡോമിനൽ ട്രോമയുള്ള പേഷ്യൻസിന് ഫിസിക്കൽ എക്സാമിനേഷനിൽ ചേഞ്ച് ഉണ്ട്. അതിന്റെ സീക്വൻസ് വരുന്നത് ഇങ്ങനെയാണ്. ആൻസർ 4 ആണ്. ഇൻസ്പെക്ഷൻ, ഓസ്കൾട്ടേഷൻ, പാൽപേഷൻ ആൻഡ് പെർക്കഷൻ. അത് നോർമൽ അബ്ഡോമിനൽ എക്സാമിനേഷന്റെ സീക്വൻസ് ഇൻസ്പെക്ഷൻ, ഓസ്കൾട്ടേഷൻ, പെർക്കഷൻ ആൻഡ് പാൽപേഷൻ ആണ്. ബട്ട് ഇവിടെ അബ്ഡോമിനൽ ട്രോമ ആയപ്പോൾ ഇൻസ്പെക്ഷൻ, ഓസ്കൾട്ടേഷൻ, പാൽപേഷൻ ആണ് തേർഡ് ആയിട്ട് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് റിജിഡിറ്റി ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ ഉണ്ടോ എന്നൊക്കെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ അബ്ഡോമിനൽ ട്രോമയുള്ള പേഷ്യൻസിന് ഈ സീക്വൻസ് ഫോളോ ചെയ്യുന്നത്. കാരണം അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. എന്ന അബ്ഡോമിനൽ എക്സാമിനേഷനും അബ്ഡോമിനൽ ട്രോമയുള്ള തമ്മിലുള്ള എക്സാമിനേഷന്റെ വ്യത്യാസം വരുന്നത് ഇതാണ്. ഈ തേർഡിലും ഫോർത്തിലും ആണ് വരുന്നത്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇവിടെ പേഷ്യന്റിന് AV ഫിസ്റ്റുല ഉണ്ട്. റൈറ്റ് എക്സ്ട്രിമിറ്റിയിലാണ് AV ഫിസ്റ്റുല, ഡയാലിസിസ് ട്രീറ്റ്മെന്റിന് വേണ്ടി. ഓക്കെ, നേഴ്സ് അപ്പം എന്തൊക്കെയാണ് ക്ലയന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഏതൊക്കെ മെഷേഴ്സ് ആണ് ചെയ്യേണ്ടത്, ഏതൊക്കെ മെഷേഴ്സ് ആണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതൊക്കെ മെഷേഴ്സ് ആണ്, ഏത് മെഷറാണ് നേഴ്സ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി. ഓക്കെ, ഓപ്ഷൻ നമ്പർ 1, take blood pressure only on the right arm to ensure accuracy. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ആമിൽ ബ്ലഡ് പ്രഷർ എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഫിസ്റ്റലുള്ള ഹാൻഡിൽ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പാടില്ല, ബ്ലഡ് പ്രഷർ എടുക്കാൻ പാടില്ല, IV ഒന്നും ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല, ഒരു പ്രൊസീജിയറും ചെയ്യാൻ പാടില്ല ഡയാലിസിസ് അല്ലാണ്ട്. ഓക്കെ, അപ്പം ഈ ഫസ്റ്റത്തെ ഓപ്ഷൻ റോങ് ആണ്. Second one, use fistula for all venipunctures and intravenous infusions. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞു ഒരു പ്രൊസീജിയറും ആ ഫിസ്റ്റുലുള്ള ഹാൻഡിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന്. അപ്പം ഇതും റോങ് ആണ്. ഓക്കെ, തേർഡ് വൺ, ensure that small clamps are attached to the AV fistula dressing. അതായത് AV fistula dressingന് സ്മോൾ ക്ലാംസ് എല്ലാം അറ്റാച്ച്ഡ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം എന്ന്. ബട്ട് AV ഫിസ്റ്റുലയിൽ നമ്മൾ ഒരു ക്ലാംസ് ഒന്നും അറ്റാച്ച്ഡ് അല്ല. AV ഷണ്ടിലാണ് നമ്മൾ ക്ലാംസ് ഉള്ളത്. നമ്മുടെ ക്ലാംസ് ശ്രദ്ധാവത് ലൈൻ കണക്റ്റഡ് ആണ്. അപ്പം അതിൽ ക്ലാംസ് ഒക്കെ ക്ലോസ്ഡ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് AV ഷണ്ടിലാണ്, AV ഫിസ്റ്റുലയിലല്ല. അപ്പം ഇതും റോങ് ആണ്. ഫോർത്ത് ഓപ്ഷൻ, assess the fistula for the presence of bruit and thrill every 4 hours. ഓക്കെ, നമ്മുടെ ഫിസ്റ്റുല എപ്പോഴും വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എപ്പോഴും ത്രില്ല് ചെക്ക് ചെയ്യണം. എവരി 4 hours നമ്മൾ ജസ്റ്റ് ത്രില്ല് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പം ഇതാണ് റൈറ്റ് ആൻസർ. നമ്മൾ AV ഫിസ്റ്റുലുള്ള പേഷ്യൻസിന് എപ്പോഴും എവരി 4 hours നമ്മൾ ത്രില്ലും ബ്രൂട്ടൊക്കെ ചെക്ക് ചെയ്യണം, അത് വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, ആൻസർ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അബ്ഡോമിനൽ സർജറീസ് കഴിഞ്ഞ പേഷ്യൻസിന് പ്രഷർ അൾസർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ നേഴ്സിംഗ് ഇന്റർവെൻഷൻ ആയിരിക്കും എടുക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രഷർ അൾസർ ആണ്. പ്രഷർ അൾസർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെയിനായിട്ട് പ്രഷർ അൾസർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സർജറി കഴിഞ്ഞ പേഷ്യൻസിന് ഏർലി ആംബുലേഷൻ ആണ് പറയുന്നത്. കാരണം ഏർലി ആംബുലേഷൻ എല്ലാ സർജറി കഴിഞ്ഞും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിന് കുറേ ബെനിഫിറ്റ് ഉണ്ട്. ഏർലി ആംബുലേഷൻ പ്രഷർ അൾസർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ DVT, ഡീപ്പ് വെയിൻ ത്രോംബോസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ അറ്റലറ്റാസിസ്, ലെങ് കൊളാപ്സ് ആവുന്നത് പ്രിവെന്റ് ചെയ്യാൻ, ന്യൂമോണിയ വരാൻ ചാൻസ് ഉണ്ട് പേഷ്യൻ്റ് ഏർലി ആംബുലേഷൻ ചെയ്തില്ലെങ്കിൽ. അതുപോലെ തന്നെ പൾമണറി എംബോളിസം ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സർജറി കഴിഞ്ഞ പേഷ്യൻസിന് ഏർലി തന്നെ നമ്മൾ ആംബുലേഷൻ കൊടുക്കാറുണ്ട്. പേഷ്യന്റിനെ എൻകറേജ് ചെയ്യും ഏർലി ആംബുലേഷന് വേണ്ടി. ഇത് ഏർലി ആംബുലേഷൻ പ്രഷർ സോർ പ്രിവെന്റ് ചെയ്യുക, DVT, അതുപോലെ ന്യൂമോണിയ, അറ്റലറ്റാസിസ്, പിന്നെന്താ
പൾമണറി എംബോളിസം ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന മെഷേഴ്സാണ് ഏർലി ആംബുലേഷൻ. അതായത് പേഷ്യൻറ്റിനെ നമ്മൾ എൻകറേജ് ചെയ്യുക, ആംബുലേഷന് വേണ്ടി എൻകറേജ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ ഇതിൽ ഈ 4 എണ്ണത്തിലും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എൻകറേജ് ആംബുലേഷനാണ്, പ്രഷർ അൾസർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, പിന്നെ ഇവിടെ എന്താ ഓപ്ഷൻ 1 എന്താ, ഫ്രീക്വൻലി ചെക്ക് ഓൺ ദ സർജറി സൈറ്റ് എവറി 2 hours. അതായത് നമ്മൾ ബ്ലീഡിങ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് സർജറി സൈറ്റ് എപ്പോഴും. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് പ്രഷർ അൾസർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നേഴ്സ് ഇവിടെ അബ്ഡോമിനൽ അസസ്മെന്റ് ചെയ്യുകയാണ്. അപ്പം 1 minute ഒരു ബബിൾ സൗണ്ടും കേൾക്കുന്നില്ല. അപ്പം നേഴ്സ് എടുക്കേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. 1 minute ബബിൾ സൗണ്ട് ഇല്ല. അപ്പം ഓപ്ഷൻസ് നോക്കാം. ഡോക്യുമെന്റ് ഫൈൻഡിങ്സ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം, പക്ഷെ അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആൻസർ ഓപ്ഷൻ 1 റോങ് ആണ്. കോൾ ദ ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി. അപ്പം നമ്മൾ 1 minute സൗണ്ട് കേട്ടില്ല എന്ന് വെച്ച് നമ്മൾ ഡോക്ടർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻഫോം ചെയ്യരുത്. നമ്മൾ ബബിൾ സൗണ്ട് 1 minute കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ 5 minutes നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ലിസൺ ചെയ്യണം. 5 minutes ബബിൾ സൗണ്ട് വന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഡോക്ടറെ ഇൻഫോം ചെയ്യേണ്ടതും ബാക്കി സ്റ്റെപ്പുകളൊക്കെ ചെയ്യേണ്ടതും. പിന്നെ ബിഗിൻ പാൽപേഷൻ നമ്മൾ 1 minute സൗണ്ട് കേട്ടില്ലെങ്കിൽ പാൽപേഷൻ ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്യുക. 5 minutes വരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് ബബിൾ സൗണ്ട് ഉണ്ടോന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം ആൻസർ 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു പേഷ്യന്റ് എബോ ദ നീ ആംബുറ്റേഷൻ, എബോ ദ നീയിൽ ആംബുറ്റേഷൻ കഴിഞ്ഞു. ഡ്രസ്സിംഗ് ഒക്കെ റിജിഡ് ഡ്രസ്സിംഗ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ആ പേഷ്യന്റ് ഡിസ്ചാർജ് ആവുകയാണ്. 14 days ഫോളോയിങ് സർജറി കഴിഞ്ഞ് 14 days ആയി. പേഷ്യന്റ് ഇപ്പം എന്താ പ്രോസ്തറ്റിക് ലിംബിന് വേണ്ടി ഫിറ്റാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് റെസ്റ്റിംഗ് പൊസിഷനാണ് പേഷ്യന്റിന് കൂടുതലായിട്ട് ബെനിഫിഷ്യൽ ആവുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ എബോ ദ നീ ആംബുറ്റേഷൻ്റെ ഒരു മെയിൻ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നീ ഫ്ലെക്ഷൻ കൺട്രാക്ചർ. അതായത് നീയുടെ അവിടെ വെച്ചിട്ട് എന്താ കൂടുതൽ നീ ഫ്ലെക്സ് ചെയ്യുന്നത് മൂലം കൺട്രാക്ചർ ഉണ്ടാവുന്നു. കൺട്രാക്ചർ എന്ന് വെച്ചാൽ സ്റ്റിഫ്നെസ് ഉണ്ടാവുന്നു. അപ്പം ഈ സ്റ്റിഫ്നെസ് നീ ഫ്ലെക്ഷൻ കൺട്രാക്ചർ സ്റ്റിഫ്നെസ് ഉണ്ടാകുമ്പോഴത്തേനും അവരുടെ പ്രോസ്തറ്റിക് അവർക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ആവത്തില്ല. അപ്പോൾ അവർക്ക് നടക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമ്മൾ എപ്പോഴും പേഷ്യന്റിനോട് എന്താ ആ ഭാഗം എപ്പോഴും എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടി വെച്ച് വേണം ഇരിക്കാൻ. ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ വളഞ്ഞിരിക്കുകയാണ്. അപ്പം എക്സ്റ്റൻഷൻ ചെയ്ത് വെച്ചിരിക്കാൻ പറയണം. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ നീട്ടി വെച്ചിരിക്കണം. അപ്പം ഫ്ലെക്ഷൻ കൺട്രാക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ പൊസിഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഓപ്ഷൻസ് വായിക്കും. സിറ്റിംഗ് വിത്ത് ലെഗ് ക്രോസ്ഡ്. ഓക്കെ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. എപ്പോഴും കാല് എക്സ്റ്റെൻഡ് ചെയ്ത് ഇരിക്കണം. അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ എന്താ ലെഗ് ക്രോസ് ചെയ്ത് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ കുറയാൻ ചാൻസ് ഉണ്ട്, സ്റ്റിഫ്നെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അബ്ഡക്ഷൻ ഓഫ് ദ റെസിഡ്വൽ ലിംബ് അതും ചെയ്യാൻ പാടില്ല. എപ്പോഴും എക്സ്റ്റൻഷൻ ആയിരിക്കും ഉണ്ടാവുക. നീ ഫ്ലെക്ഷൻ വെൻ സിറ്റിംഗ് ഇൻ ദ ചെയർ, ഒരിക്കലും ഫ്ലെക്ഷൻ ചെയ്യാൻ പാടില്ല. ഇത് കൺട്രാക്ചർ കൂട്ടുകയുള്ളൂ. അതുപോലെ പ്രോസ്തറ്റിക് ലിംബ് ഫിറ്റ് ആവത്തില്ല. പേഷ്യന്റിന് നടക്കാനും പറ്റത്തുണ്ടാവില്ല. പിന്നെ 4th ഓപ്ഷനാണ് നീ എക്സ്റ്റൻഷൻ വെൻ ഇൻ ദ ബെഡ്. അതായത് ബെഡിലുള്ള സമയത്ത് എപ്പോഴും നീ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുക. അപ്പോൾ അത് നല്ലൊരു പൊസിഷനാണ്. അത് ഈ പൊസിഷൻ ചെയ്യുമ്പോൾ മാത്രമാണ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇരിക്കുമ്പോൾ മാത്രമാണ് പേഷ്യന്റിന് പ്രോപ്പറായിട്ടുള്ള ബെനിഫിഷ്യൽ കിട്ടുന്നതും വാൽവ് പ്രോസ്തറ്റിക് ലിംബ് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ പേഷ്യന്റിന് അബ്ഡോമിനൽ ട്രോമയാണുള്ളത്. ഇപ്പം അബ്ഡോമിനൽ എക്സാമിനേഷൻ ചെയ്തപ്പോൾ ഫേം ബോർഡ് ലൈക്ക് അബ്ഡമൻ ആണുള്ളത്, റിജിഡ് ആയിട്ടുള്ള അബ്ഡമൻ ആണുള്ളത്. ഇതെന്തായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന്. ഫേം ബോർഡ് ലൈക്ക് അബ്ഡമൻ മെയിനായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും പെരിറ്റോണൈറ്റിസ് ഇൻഫെക്ഷൻ, പെരിറ്റോണിയൽ ക്യാവിറ്റിയിലുള്ള ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ഇൻട്രാ അബ്ഡോമിനൽ ബ്ലീഡിങ്, അബ്ഡമിനിലേക്ക് എന്തെങ്കിലും ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ബോർഡ് ലൈക്ക് ഫേം ആയിട്ടുള്ള ബോർഡ് ലൈക്ക് അബ്ഡമൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ അപ്പൻഡിസൈറ്റിസ്. അപ്പൻഡിസൈറ്റിസിൽ റൈറ്റ് ലോവർ അബ്ഡോമിനൽ പെയിൻ ആയിരിക്കും ഉണ്ടാകുന്നത്.
പിന്നെ ഈ അപ്പൻഡിസൈറ്റിസ് ഈ റപ്ചർ ആയി കഴിയുമ്പോഴത്തേനും അവിടെ ബ്ലീഡിങ് ഉണ്ടാവും. അങ്ങനെ വരുമ്പം ഫേം ബോർഡ് ലൈക്ക് അബ്ഡമൻ ഉണ്ടാവും. പക്ഷെ അപ്പൻഡിസൈറ്റിസ് കൊണ്ട് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രം അബ്ഡമിനിൽ ബോർഡ് ലൈക്ക് അബ്ഡമൻ ഉണ്ടാവത്തില്ല. നെക്സ്റ്റ് ഇൻറ്റസ്റ്റൈനോ ഒബ്സ്ട്രക്ഷൻ ഉള്ളപ്പോഴും ബോർഡ് ലൈക്ക് അബ്ഡമൻ അല്ല ഉണ്ടാവുന്നത്. പെരിറ്റോണൈറ്റിസ് ഇപ്പം പറഞ്ഞു, ഇൻഫെക്ഷൻ പെരിറ്റോണിയൽ ക്യാവിറ്റിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇൻട്രാ അബ്ഡോമിനിയൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും ഫേം ആയിട്ടുള്ള ബോർഡ് ലൈക്ക് അബ്ഡമൻ ഉണ്ടാവുക. പിന്നെ കോൺസ്റ്റിപ്പേഷനും റിജിഡ് ആയിട്ടുള്ള അബ്ഡമൻ ആയിരിക്കില്ല ഉണ്ടാവുക. ഓക്കെ, അപ്പം ആൻസർ തേർഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പേഷ്യൻറ്റിന് വൂണ്ട് ഇൻഫെക്ഷൻ ആൻഡ് ഓസ്റ്റിയോമൈലൈറ്റിസ് ഉണ്ട്. വൂണ്ട് ഇൻഫെക്ഷനും ഉണ്ട്, ബോൺസിലും ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പം പേഷ്യൻ്റ് ഹൈപ്പർബേറിക് ഓക്സിജൻ തെറാപ്പി എടുക്കുകയാണ്. ഹൈപ്പർബേറിക് ഓക്സിജൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ നോർമൽ എയറിനേക്കാളും കൂടുതലായിട്ട് ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യും. അപ്പം മെയിനായിട്ട് വൂണ്ട് ഹീലിങ്ങിന് വേണ്ടിയൊക്കെയാണ്, വൂണ്ട് ഇൻഫെക്ഷൻ ആണ്, വൂണ്ട് ഹീലിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഹൈപ്പർബേറിക് ഓക്സിജൻ തെറാപ്പി കൊടുക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് തെറാപ്പിയുടെ ടൈമിൽ നേഴ്സിൻ്റെ പ്രയോറിറ്റി ഇൻ്റർവെൻഷൻ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഡ്യൂറിങ് തെറാപ്പി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രയോറിറ്റി ഇൻ്റർവെൻഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, മെയിൻറ്റെയിൻസ് ആൻഡ് ഇൻട്രാവീനസ് ആക്സസ്. ഓക്സിജൻ തെറാപ്പി പോകുന്ന സമയത്ത് ഇൻട്രാവീനസ് ആക്സസ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്, പക്ഷേ അത് പ്രയോറിറ്റി അല്ല. സെക്കൻഡ് വൺ, എൻഷുർ ദാറ്റ് ഓക്സിജൻ ഈസ് ബീങ് ഡെലിവേർഡ്. അതായത് ഓക്സിജൻ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഓക്സിജൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഡ്യൂറിങ് തെറാപ്പി കൊടുക്കുന്ന ടൈമിൽ നമ്മൾ നോക്കണം. അപ്പം ഈ ഓപ്ഷൻ ഓക്കെ ആണ്. നെക്സ്റ്റ് നോക്കാം, അഡ്മിനിസ്റ്റർ സെഡേഷൻ ടു പ്രിവെൻറ്റ് ക്ലാസ്ട്രോഫോബിയ. ക്ലാസ്ട്രോഫോബിയ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സ്പേസിലോടുണ്ടാകുന്ന ഒരു പേടിയാണ് ക്ലാസ്ട്രോഫോബിയ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഡ്യൂറിങ് തെറാപ്പീൻ്റെ ടൈമിൽ നമ്മൾ ഒരിക്കലും സെഡേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യത്തില്ല. അപ്പം ഇത് റോങ് ആണ്. നെക്സ്റ്റ്, പ്രൊവൈഡ് ഇമോഷണൽ സപ്പോർട്ട് ടു ദ ക്ലയൻസ് ഫാമിലി. ക്ലയൻസ് ഫാമിലിക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് ഡ്യൂറിങ് തെറാപ്പി സപ്പോർട്ട് കൊടുക്കണം. പക്ഷെ അതിലും നമുക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതാ? ഓക്സിജൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, ഡെലിവറി ആവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പ്രയോറിറ്റി. അപ്പം ഓപ്ഷൻ സെക്കൻഡ് ആണ് ആൻസർ നമ്പർ 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലയൻറ്റ് ഈസ് ഡ്യൂ ഇൻ ഹൈഡ്രോതെറാപ്പി ഫോർ എ ബേൺ ഡ്രസ്സിങ് ചേഞ്ച്. അതായത് ക്ലയൻറ്റിന് ബേൺ ഡ്രസ്സിങ് ചേഞ്ച് ചെയ്യണം, അതിനുവേണ്ടി ഹൈഡ്രോതെറാപ്പിക്ക് ഡ്യൂ ആണ്. ഓക്കെ, ഹൈഡ്രോതെറാപ്പി എന്ന് പറഞ്ഞാൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് ആണ്. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നു, ബേൺസ് ഒക്കെ ക്ലീൻ ചെയ്യുന്നു, അതുവഴി ഡിബ്രൈഡും ഒക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നു, ഹീലിംഗ് പ്രൊമോട്ട് ചെയ്യുന്നു. അതിനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പിറ്റിക് മെത്തേഡാണ് ഹൈഡ്രോതെറാപ്പി. ഓക്കെ, ഈ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി പേഷ്യൻ്റ് ഡ്യൂ ആണ്. അപ്പം ആ പ്രൊസീജിയർ ചെയ്യുന്ന ടൈമിൽ പേഷ്യൻ്റ് കൂടുതൽ ടോളറബിൾ ആകാൻ വേണ്ടി എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ ഹൈഡ്രോതെറാപ്പി ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പം ആ പ്രൊസീജിയർ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി ക്ലയൻറ്റിന് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ആക്ഷൻസ് ആണ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എൻഷുർ ദാറ്റ് ദ ക്ലയൻറ്റ് ഹാസ് എ റോബ് ആൻഡ് സ്ലിപ്പേഴ്സ്. നമ്മുടെ കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് പെയിൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റാൻ വേണ്ടി എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 തന്നെ കൊടുത്തിരിക്കുന്നത് പേഷ്യൻ്റ് റോബും സ്ലിപ്പേഴ്സും ഉണ്ടോ എന്ന് എൻഷുർ ചെയ്യണം. റോബും സ്ലിപ്പേഴ്സും ഉണ്ടെങ്കിൽ പേഷ്യൻ്റെ പെയിൻ ഒരിക്കലും മാറത്തില്ല. അപ്പം ഓപ്ഷൻ 1 റോങ് ആണ്. സെക്കൻഡ് നോക്കാം, അഡ്മിനിസ്റ്റർ ആൻഡ് അനാൽജസിക് 20 minutes ബിഫോർ തെറാപ്പി. ഓക്കെ, നമ്മൾ എന്തെങ്കിലും അനാൽജസിക്സ് പേഷ്യൻറ്റിന് 20 മിനിറ്റ് മുമ്പ് പേഷ്യൻറ്റ് കൊടുക്കുക. അനാൽജസിക്സ് കൊടുക്കുന്നത് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പം ഓപ്ഷൻ 2 കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ 3 നോക്കാം, സെൻഡ് ഡ്രസ്സിങ് സപ്ലൈസ് വിത്ത് എ ക്ലയൻറ്റ് ടു ഹൈഡ്രോതെറാപ്പി. ഡ്രസ്സിങ് സപ്ലൈ ഹൈഡ്രോതെറാപ്പീൻ്റെ സമയത്ത് ക്ലയൻറ്റിൻ്റെ കൂടെ സെൻഡ് ചെയ്യുന്ന വെച്ച് പെയിൻ മാറാൻ ചാൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പം അത് റോങ് ആണ്. 4, അഡ്മിനിസ്റ്റർ ദ ഇൻട്രാവീനസ് ആൻറ്റിബയോട്ടിക് 30 minutes ബിഫോർ ദ തെറാപ്പി. ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മൾ തെറാപ്പിക്ക് മുമ്പ് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ പെയിൻ മാറൂല. പെയിൻ മാറണമെങ്കിൽ നമ്മൾ പെയിൻ മെഡിസിൻ തന്നെ കൊടുക്കണം, ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം 4th ഓപ്ഷനും റോങ് ആണ്.
അപ്പോൾ ആൻസർ സെക്കൻഡ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ക്ലയന്റിന് മൈസ്തീനിയ ഗ്രേവ്സ് ഉള്ള ക്ലയന്റ് ആണ്. ഇപ്പം പ്രൊലോങ്ഡ് പീരീഡ് വീക്ക്നെസ് ഉണ്ട്, പേഷ്യൻസ് എക്സ്പീരിയൻസ് ചെയ്യാണ്. ഇപ്പം ഡോക്ടർ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്തു. ആ ടെസ്റ്റാണ് എൻട്രോഫോണിയം അല്ലെങ്കിൽ ട്രെൻസിലോൺ ടെസ്റ്റ്. അപ്പം ഈ ടെസ്റ്റ് ഡോസ് കൊടുത്തു, അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ക്ലയന്റ് ബിക്കം മോർ വീക്കായി. അപ്പോൾ നേഴ്സ് ഈ റിസൾട്ട് കണ്ടപ്പം എന്താണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ, മൈസ്തീനിയ ഗ്രേവ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. നമ്മുടെ ആന്റിബോഡീസ് ഒന്നെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നു. അസറ്റൈൻ കൊളിൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുകയോ ചെയ്യുന്നു നമ്മുടെ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ വെച്ചിട്ട്. ഓക്കെ, നമ്മുടെ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ വെച്ചിട്ട് അസറ്റൈൻ കൊളിൻ റിസപ്റ്റേഴ്സിനെ ആന്റിബോഡീസ് അറ്റാക്ക് ചെയ്യുന്നു. അതുമൂലം മസിൽ വീക്ക്നെസ് ഉണ്ടാകുന്നു. നമ്മുടെ നെർവ്സും മസിൽസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നില്ല. കമ്മ്യൂണിക്കേഷൻ അവിടെ ബ്ലോക്ക് ആവുന്ന കാരണം അസറ്റൈൻ കൊളിൻ റിസപ്റ്റേഴ്സ് ഡിസ്ട്രോയ് ആയി. അപ്പം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാതെ മസിൽ വീക്ക്നെസ് ഉണ്ടാവുന്നു. അതിന് പറയുന്ന പേരാണ് മൈസ്തീനിയ ഗ്രേവിസ്. ഓക്കെ, ഈ മൈസ്തീനിയ ഗ്രേവ്സ് ഉള്ള പേഷ്യൻസിന് ടെൻസിലോൺ ടെസ്റ്റ് നമ്മൾ കൊടുക്കും. ഈ ടെൻസിലോൺ എന്ന് പറഞ്ഞാൽ അസറ്റൈൻ കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. അസറ്റൈൻ കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ആ ടെസ്റ്റ് ചെയ്യുന്നതിന് മൂലം ബോഡിയിൽ അസറ്റൈൻ കൊളിൻ്റെ അളവ് കൂടും. അപ്പം ആ ടെസ്റ്റ് ആണ് ടെൻസിലോൺ ടെസ്റ്റ്. ടെൻസിലോൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അസറ്റൈൻ കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് ആണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിലുള്ള അസറ്റൈൻ കൊളിനെ കൂട്ടാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഈ മൈസ്തീനിയ ഗ്രേവ്സിന് 2 കോംപ്ലിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് മൈസ്തീനിക് ക്രൈസിസ്. മൈസ്തീനിക് ക്രൈസിസ് ഉണ്ടാകുന്നത് വെച്ചാൽ ഈ അസറ്റൈൻ കൊളിൻ്റെ ഡെഫിഷ്യൻസി ഇല്ല, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഡോസ് അല്ല കൊടുക്കുന്നതെങ്കിൽ ഉണ്ടാവുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് മൈസ്തീനിക് ക്രൈസിസ്. ഇനി കോളിനർജിക് ക്രൈസിസ് ആണ് രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ. കോളിനർജിക് ക്രൈസിസ് ഉണ്ടാകുന്ന വെച്ചാൽ ഓവർ ഡോസ് ഓഫ് മെഡിക്കേഷൻ ഓവറായിട്ട് കൊടുത്തു കഴിയുമ്പോഴാണ് കോളിനർജിക് ക്രൈസിസ് ഉണ്ടാകുന്നതും അണ്ടർ മെഡിക്കേഷൻ കൊണ്ടാണ് മൈസ്തീനിക് ക്രൈസിസ് ഉണ്ടാകുന്നതും. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, ടെൻസിലോൺ ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്തപ്പോഴത്തേനും കൂടുതൽ വീക്കായി. ഓക്കെ, നമ്മുടെ ടെൻസിലോൺ മൈസ്തീനിക് ക്രൈസിസ് ആണെങ്കിൽ ടെൻസിലോൺ ടെസ്റ്റ് ചെയ്ത് ഒരു 30 to 60 സെക്കൻഡ്സിനുള്ളിൽ മസിൽ വീക്ക്നെസ് റെഡ്യൂസ് ആവും. മസിൽ വീക്ക്നെസ് റെഡ്യൂസ് ആകുന്നത് ആണ് മൈസ്തീനിക് ക്രൈസിസ്. അത് അണ്ടർ മെഡിക്കേഷൻ കൊണ്ടാണ്. അപ്പം പ്രോപ്പറായിട്ട് അവർക്ക് അസറ്റൈൻ കൊളിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതുമൂലം മസിൽ വീക്ക്നെസ് കുറയും. അതാണ് മൈസ്തീനിക് ക്രൈസിസ്. പക്ഷെ കോളിനർജിക് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഓവർ മെഡിക്കേഷൻ കൊണ്ടാണ്. ഓൾറെഡി അവരുടെ ബോഡിയിൽ ആ അസറ്റൈൻ കൊളിൻ കൂടുതലാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ അസറ്റൈൻ കൊളിൻ തന്നെ കൊടുക്കുമ്പോഴത്തേനും പേഷ്യന്റ് കൂടുതൽ വീക്ക് ആവുകയാണ്. അതാണ് കോളിനർജിക് ക്രൈസിസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഈ ടെൻസിലോൺ ടെസ്റ്റ് കൊടുത്തപ്പോൾ പേഷ്യന്റ് കൂടുതൽ വീക്കായി. ടെൻസിലോൺ ടെസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ പേഷ്യന്റ് കൂടുതൽ വീക്ക് ആവുന്നത് കോളിനർജിക് ക്രൈസിസിലും പേഷ്യന്റ് വീക്ക്നെസ് മാറുന്നത് മൈസ്തീനിക് ക്രൈസിസിലുമാണ്. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു പ്രഗ്നന്റ് ക്ലയന്റ് ആണ്. പ്രഗ്നന്റ് ക്ലയന്റ് നേഴ്സിനോട് പറഞ്ഞു എന്താ, പാടിൽ വെറ്റ്നെസ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലിയർ ഫ്ലൂയിഡ് കണ്ടു. അപ്പം നേഴ്സ് ഇമ്മീഡിയറ്റ്ലി പെരിനിയം അസസ് ചെയ്തപ്പോഴത്തേനും അംബിലിക്കൽ കോഡിന്റെ പ്രസൻസ് കണ്ടു, അതായത് കോഡ് പ്രൊലാപ്സ് എന്ന് മനസ്സിലായി. അപ്പം നേഴ്സിന്റെ ഇനീഷ്യൽ ആക്ഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, കോഡ് പ്രൊലാപ്സ് ഉണ്ടായി കഴിയുമ്പോൾ ഇനീഷ്യലായിട്ട് നേഴ്സ് പേഷ്യൻറ്റിന് ട്രെൻഡിലും പിറകെ പൊസിഷൻ, അതായത് ഹെഡിലോ ആയിട്ടുള്ള പൊസിഷൻ അല്ലെങ്കിൽ നീ ചെസ്റ്റ് പൊസിഷൻ കൊടുക്കുക. അത് കഴിഞ്ഞ് പ്രസൻറ്റിങ് പാർട്ട്, അതായത് ഫീറ്റൽ ഹെഡ് ആണെങ്കിൽ ഫീറ്റൽ ഹെഡിനെ മുകളിലേക്ക് പുള്ളി ചെയ്തിട്ട് ആ കോഡിലേക്കുള്ള കംപ്രഷൻ പ്രിവെൻറ്റ് ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫിസിഷ്യനെ ഇൻഫോം ചെയ്യുക. അതുപോലെ തന്നെ ഫീറ്റൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുക. ഫിസിഷ്യൻ്റെ ഓർഡർ കിട്ടുമ്പോഴത്തേനും പേഷ്യൻറ്റിനെ ഡെലിവറി റൂമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇതാണ് ആ പ്രൊസീജിയർ വരുന്നത്. ഇവിടെ വന്നു കോഡ് പ്രൊലാപ്സ് ആയി. അപ്പോൾ ഇനിഷ്യൽ ആക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേഴ്സിൻ്റെ ഇനിഷ്യൽ ആക്ഷൻ എന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് പൊസിഷൻ കൊടുക്കുക, നീ ചെസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ട്രെഡലും പുറകെ പൊസിഷൻ കൊടുത്തിട്ട് പ്രസൻറ്റിംഗ് പാർട്ടിനെ പുള്ളി ചെയ്യുക. കംപ്രഷൻ പ്രിവെൻറ്റ്, കോഡിലേക്കുള്ള കംപ്രഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പ്രസൻറ്റിംഗ് പാർട്ടിനെ മുകളിലേക്ക് പുള്ളി ചെയ്യുക എന്നാണ് നേഴ്സിൻ്റെ ഇനിഷ്യൽ ആക്ഷൻ. അപ്പോൾ നോക്കാം നമുക്ക് ഓപ്ഷൻസ്. ഫസ്റ്റ് വൺ, നോട്ടിഫൈ ദ ഫിസിഷ്യനെ നോട്ടിഫൈ ചെയ്യണം.
പക്ഷേ അത് ഇനിഷ്യൽ ആക്ഷൻ അല്ല. ഓക്കെ. സെക്കൻഡ് വൺ, മോണിറ്റർ ദ ഫീറ്റൽ ഹാർട്ട് റേറ്റ്. ഫീറ്റൽ ഹാർട്ട് റേറ്റും ചെക്ക് ചെയ്യണം, പക്ഷേ ഇനിഷ്യൽ അല്ല. ഓക്കെ. ട്രാൻസ്ഫർ ദ ക്ലയൻറ്റ് ടു ദ ഡെലിവറി റൂം. ഡെലിവറി റൂമിലേക്കും പോകണം, പക്ഷേ ഫിസിഷ്യൻ്റെ ഓർഡർ കിട്ടുമ്പോഴാണ് ഡെലിവറി റൂമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഫോർത്ത് വൺ, പ്ലേസ് ദ ക്ലയൻറ്റിനെ ട്രെന്നലംബർഗ് പൊസിഷൻ, അതായത് ഹെഡിലോ ആയിട്ടുള്ള പൊസിഷനിലാണ് കൊടുക്കേണ്ടത്. അപ്പം അതാണ് ഇനീഷ്യൽ ആയിട്ടുള്ള ആക്ഷൻ. ഈ ആക്ഷൻസ്, ഈ 4 ഓപ്ഷനും കറക്റ്റ് ആണ്, പക്ഷേ ഇനീഷ്യൽ ആക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫോർത്ത് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നേഴ്സ് ഒരു ന്യൂബോൺ ഇൻഫാൻറ്റിനെ അഡ്മിറ്റ് ചെയ്ത് നഴ്സറിയിൽ ഇപ്പോൾ അസസ്മെന്റ് ചെയ്യുകയാണ്. അസസ്മെന്റ് ചെയ്തപ്പോഴത്തേനും ആന്റിറ്റി ഫൊണ്ടാനലെ സോഫ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പം ഈ ഫൈൻഡിങ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ആന്റിറ്റി ഫൊണ്ടാനലെ സോഫ്റ്റ് ആണ്, അപ്പോൾ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ ഉള്ള കുട്ടികളിൽ ഫൊണ്ടാനലേസ് ഡിപ്രസ്ഡ് ആയിരിക്കും, താന്നായിരിക്കും ഇരിക്കുന്നത്. ഡിപ്രസ്ഡ് ഫൊണ്ടാനലെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ. നോർമൽ ഫൈൻഡിങ് ആണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഫൊണ്ടാനലെ ആയിരിക്കും. ഓക്കെ. ഇനി ഇൻക്രീസ്ഡ് ഇൻട്രാക്രാനിയൽ പ്രഷർ, ഇൻക്രീസ്ഡ് ICP ഉള്ള പേഷ്യൻസിന് ബൾജ് ആയിട്ടുള്ള ഫൊണ്ടാനലെ ആയിരിക്കും ഉണ്ടാവുക. ബൾജ് ഇങ്ങനെ മുകളിലേക്ക് വീർത്തിരിക്കുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ ഡിക്രീസ്ഡ് ICP ആണെങ്കിലും സെയിം തന്നെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഫൊണ്ടാനലെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഫൊണ്ടാനലായിരുന്നു, അത് നോർമൽ ഫൈൻഡിങ് ആണ്. അപ്പം ആൻസർ 2 ആണ്. ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഡിക്രീസ്ഡ് ICP ആണെങ്കിലും ഡിപ്രസ്ഡ് ഫൊണ്ടാനലെ ആയിരിക്കും. ഇൻക്രീസ്ഡ് ICP ആണെങ്കിൽ ബൾജ്ഡ് ആയിട്ടുള്ള ഫൊണ്ടാനലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആൻസർ സെക്കൻഡ് വൺ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിസീഷ്യൻ അസിറ്റമിനോഫിൻ പ്രിസ്ക്രൈബ് ചെയ്തു. 450 mg ആണ് കൊടുക്കേണ്ടത് ഓറലി എവറി 4 hours PRN ഫോർ പെയിൻ. ബട്ട് മെഡിക്കേഷൻ ലേബിൾ റീഡ് ചെയ്തിരിക്കുന്നത് 160 mg per 5 ml, അതായത് 5 ml 160 mg ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് 450 mg ആണ്. അപ്പം നേഴ്സ് എത്ര ml ആണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 ഡോസ് ആയിട്ട് എത്ര ml ആണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ D/A/Q. D എന്ന് പറഞ്ഞാൽ ഡിസൈഡ് ഡോസ്, അതായത് ഡിസൈഡ് ഡോസ് എന്ന് വെച്ചാൽ എത്രയാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, അതാണ് D, ഡിസൈഡ് ഡോസ്. A എന്ന് വെച്ചാൽ അവൈലബിൾ ആയിട്ടുള്ള, ഫാർമസിയിൽ എത്രയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതാണ് A. Q എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റിയിലാണ് അവൈലബിൾ ആയിരിക്കുന്നതാണ് Q. ഓക്കെ. നമുക്ക് ചെയ്ത് നോക്കാം. ഡിസൈഡ് ഡോസ്, അതായത് ഡോക്ടർ ഓർഡർ ചെയ്തിരിക്കുന്ന ഡോസ് ഇവിടെ 450 mg ആണ്. ഓക്കെ. 450. ഓക്കെ. A എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയിട്ട്, ഫാർമസിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ നോക്ക്, 160 mg per 5 ml, അതായത് 5 ml 160 mg ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതാണ് A, 160. ഓക്കെ. Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റിയിലാണ് ഡിസോൾവ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയിലാണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ 5 ml ആണ് 160 ഉള്ളത്, അപ്പോൾ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 5 ml. ഓക്കെ. ഇപ്പൊ സപ്പോസ് ഇവിടെ ക്വസ്റ്റ്യനിൽ ഇപ്പം ഡോക്ടർ 450 mg ഓർഡർ ചെയ്തു, ഫാർമസിയിലുള്ള 160 mg per 1 ml, അതായത് 1 ml 160 mg എന്നാണ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത് 5 പകരം 1 ആയാണ് ഇവിടെ. ഈ എത്ര ക്വാണ്ടിറ്റിയിൽ ആണ് ഇത് ഉള്ളതെന്നുള്ള ഡിപ്പെൻഡ് ചെയ്താണ് Q എടുക്കുന്നത്. ഇപ്പോൾ 1 ml 160 mg ആണുള്ളെങ്കിൽ ഇവിടെ നമ്മുടെ ഇക്വേഷനിൽ Q എന്ന് പറയുന്നത് 1 ml ആണ്. അപ്പം നമ്മൾ ടോട്ടൽ ഇത് ഇക്വേഷൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 14 ml ആണ്. 14 ആണ് ആൻസർ വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ml ആണ് ഉള്ളത്. അപ്പം നമ്മുടെ എത്ര ml ആണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് 40 ml. ഓക്കെ. ആൻസർ 14 ml. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. പോസ്റ്റ് ടൈം ഇൻഫാന്റ് വജൈനലി ഡെലിവറി ആയി, ഇപ്പം
എന്താ ടെക്കീപ്നിയ, ഗ്രണ്ട് റിട്രാക്ഷൻ ആൻഡ് നേസൽ ഫ്ലെയറിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ നേഴ്സ് ഈ അസസ്മെന്റ് ഒക്കെ വെച്ചിട്ട് എന്തായിരിക്കും ഇന്റർപ്രറ്റ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നേസൽ ഫ്ലെയറിംഗ് ടെക്കീപ്നിയ ഉണ്ട്. ഇത് നേസൽ ഫ്ലെയറിംഗ് ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റെസ്പിറേറ്ററി ഡിസ്ട്രസ്സിനെയാണ്. അതുപോലെ നമ്മുടെ കീ പോയിന്റ് ഇവിടുത്തെ പോസ്റ്റ് ടൈം ഇൻഫാന്റ് ആണ്. ടൈം കഴിഞ്ഞ് ഇൻഫാന്റ് ആണ്. ഇൻഫാന്റിന് നേസൽ ഫ്ലെയറിംഗ് ഉണ്ട്. അപ്പം ഇതൊക്കെ എന്തൊക്കെയായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഹൈപ്പോഗ്ലൈസിമിയ. ഹൈപ്പോഗ്ലൈസിമിയ ഉള്ള ബേബീസ് കാണിക്കുന്ന സിംറ്റം എന്ന് പറഞ്ഞാൽ ട്രെമർ ആണ്. ട്രെമർ ആയിരിക്കും കാണിക്കുന്നത്. ഇപ്പൊ ട്രെമേഴ്സ് കാണിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഷുഗർ ചെക്ക് ചെയ്യുക, അതിന് വേണ്ട മാനേജ്മെന്റ് ചെയ്യുക. അപ്പം ഓപ്ഷൻ 1 റോങ് ആണ്. ഓപ്ഷൻ സെക്കൻഡ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. ഇവിടെ ഓൾറെഡി നോക്കുമ്പോൾ പേഷ്യന്റിന് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ട്. പക്ഷെ ഇവിടെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം വരുന്നത് മെയിൻ ആയിട്ട് പ്രീ ടൈം ബേബീസിലാണ്. പ്രീ ടൈം ബേബീസിലാണ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഈ ഓപ്ഷൻ റോങ് ആണ്. നെക്സ്റ്റ് തേർഡ് വൺ മെക്കോണിയ ആസ്പിരേഷൻ സിൻഡ്രോം. മെക്കോണിയ ആസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മുടെ ബേബീസിന്റെ ഫസ്റ്റ് സ്റ്റൂളാണ് മെക്കോണിയം. മെക്കോണിയം ആസ്പിറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അത് എയർവേയിൽ ബ്ലോക്കേജ് ഉണ്ടായിട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാക്കുന്നു. ഇത് മെയിൻ ആയിട്ടുള്ളത് പോസ്റ്റ് ടൈം ബേബീസിലാണ്. ഓക്കെ, പോസ്റ്റ് ടൈമിൽ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാകുന്നതാണ് മെക്കോണിയ ആസ്പിരേഷൻ സിൻഡ്രോം. അപ്പം ഈ ഓപ്ഷൻ കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി ലാസ്റ്റ് വൺ ട്രാൻസിയന്റ് ടെക്കീപ്നിയ. ട്രാൻസിയന്റ് ടെക്കീപ്നിയ എന്ന് വെച്ചാൽ ടെമ്പററി ആയിട്ടുള്ള ബ്രീത്തിങ് ഇൻക്രീസ്, റെസ്പിറേറ്ററി റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന പറയുന്ന പേരാണ് ട്രാൻസിയന്റ് ടെക്കീപ്നിയ. ഇത് മെയിനായിട്ട് കാണുന്നത് സിസേറിയൻ കഴിഞ്ഞ ബേബീസിൽ, സിസേറിയൻ വഴി ആയ ബേബീസിൽ, പിന്നെ പ്രീ ടൈമിലൊക്കെയാണ് കാണപ്പെടുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ പോസ്റ്റ് ടൈം ബേബിയാണ്. പോസ്റ്റ് ടൈം ബേബിക്ക് റെസ്പിറേറ്ററി ഡിസ്ട്രസ് വരുന്നത് മെയിനായിട്ട് മെക്കോണിയ ആസ്പിരേഷൻ സിൻഡ്രോം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.